ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ChatGPT ഉപയോഗിച്ച് ഒരു പൈത്തൺ വെബ് സ്ക്രാപ്പിംഗ് കോഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ChatGPT ഓപ്പൺ ചെയ്യുക, അത് chat.openai.com/chat എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിന് താഴെ നമുക്ക് കമാൻഡ് അടിച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ ഞാൻ ഓൾറെഡി കമാൻഡ്സ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കമാൻഡ് ക്രിയേറ്റ് എ വെബ് സ്ക്രാപ്പിംഗ് പൈത്തൺ കോഡ് യൂസിങ് ബ്യൂട്ടിഫുൾ സോപ്പ് ടു സ്ക്രാപ്പ് ഓൾ ദ ഡാറ്റ എന്നാണ്. അങ്ങനെ അടിച്ച് കഴിയുമ്പോൾ ChatGPT തന്നെ അതിന് വേണ്ട പൈത്തൺ കോഡ് നമുക്ക് ജനറേറ്റ് ആയിട്ട് തരും. ആ കോഡ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മുടെ കോഡ് എഡിറ്ററായ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഒരു app.py എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ പൈത്തൺ കോഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഒരു URL example.com എന്നുള്ള ഒരു വെബ്സൈറ്റ് സ്ക്രാപ്പ് ചെയ്യാനുള്ള കോഡാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ പറഞ്ഞിട്ടിരിക്കുന്ന റിക്വസ്റ്റ് അതുപോലെ ബ്യൂട്ടിഫുൾ സോപ്പ് ലൈബ്രറിയിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ ഉപയോഗിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇവിടെ example.com എന്നുള്ള സൈറ്റിന് പകരം നമ്മളൊരു സാമ്പിൾ സ്ക്രാപ്പിംഗ് വെബ്സൈറ്റ് ആയിട്ടുള്ള books.toscrape.com എന്നുള്ളൊരു സൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു സാമ്പിൾ സ്ക്രാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് example.com എന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടെർമിനലിൽ പോയിട്ട് ന്യൂ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പൈത്തൺ app.py എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈത്തൺ സ്ക്രിപ്റ്റ് റണ്ണാവും. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ വെബ്സൈറ്റിലെ പ്രൈസ് അതുപോലെ തന്നെ അത് സ്റ്റോക്കാണോ സ്റ്റോക്ക് അല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം അതിൽ പ്രൈസ് അതുപോലെ തന്നെ സ്റ്റോക്കാണോ എന്നുള്ള ഡീറ്റെയിൽസ് സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കോഡിൽ നോക്കി കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് കാണാം. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പേസസ് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ChatGPTയോട് തന്നെ പറഞ്ഞു നോക്കാം ഇതിനിടയിലുള്ള അൺവാണ്ടഡ് സ്പേസ് നമുക്ക് ഒഴിവാക്കാൻ. അതിന് വേണ്ടി മോഡിഫൈ ദ കോഡ് ടു റിമൂവ് അൺവാണ്ടഡ് സ്പേസസ് ഇൻ ദ ഔട്ട്പുട്ട് ടെക്സ്റ്റ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ChatGPT തന്നെ അതിനുള്ള കോഡും കൂടെ ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അതിലൊരു ഐറ്റം വന്നിട്ടുണ്ട്. അത് കോപ്പി ചെയ്ത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ തന്നെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ സൈറ്റ് നമുക്ക് ആവശ്യമുണ്ട്, അത് കോപ്പി ചെയ്തൊന്ന് മാറ്റി പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. കാരണം ChatGPT ജനറേറ്റ് ചെയ്തിട്ടുള്ള example.com എന്നുള്ള സൈറ്റ് സ്ക്രാപ്പ് ചെയ്യാനുള്ള കോഡാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡ് മാറ്റിയതിന് ശേഷം ChatGPT എന്നുള്ള കോഡ് വിഷ്വൽ സ്റ്റുഡിയോയിൽ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സൈറ്റ് സ്ക്രാപ്പ് ചെയ്യേണ്ട സൈറ്റ് അവിടെ example.com എന്നുള്ള സൈറ്റിന് പകരമായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടെർമിനലിൽ പോയിട്ട് ഒന്നും കൂടെ നമ്മുടെ ഫംഗ്ഷൻ റൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ ഇടയിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പേസൊക്കെ പോയി ആ സൈറ്റിലെ ഐറ്റത്തിൻ്റെ പ്രൈസ് അതുപോലെ തന്നെ സ്റ്റോക്കിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പ്രിൻ്റ് ആയിട്ട് വന്നു. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഡാറ്റയിൽ ഒരു P ടാഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പാരഗ്രാഫായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് സ്ക്രാപ്പ് ചെയ്ത് വരിക. അത് റിമൂവ് ആയി കഴിഞ്ഞാൽ ആ സൈറ്റിലെ എല്ലാ ഡാറ്റയും സ്ക്രാപ്പായി കിട്ടും. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ChatGPTയോട് തന്നെ നമുക്ക് സംസാരിക്കാം. നമുക്ക് ആ വെബ്സൈറ്റിലെ എല്ലാ ഡാറ്റയും വേണമെന്ന്, അതായത് പറയാം മോഡിഫൈ ദ കോഡ് ടു ഗെറ്റ് ഓൾ ദ ഡാറ്റ ഫ്രം ദ വെബ്സൈറ്റ്. അപ്പോൾ ChatGPT അതിനുള്ള കോഡ് ജനറേറ്റ് ചെയ്യും. അത് കോപ്പി ചെയ്യുക, നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക, സൈറ്റ് കൊടുക്കുക, ദെൻ റൺ ചെയ്യുക. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെർമിനലിൽ പോയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ സൈറ്റിലെ മൊത്തം ഡാറ്റയും സ്ക്രാപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താ എല്ലാ ഡാറ്റയും ആ വെബ്സൈറ്റിലെ സ്ക്രാപ്പ് ആയിട്ടുണ്ട്. ഈ കിട്ടിയ ഡാറ്റ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു CSV ഫയലായിട്ടോ Excel ഫയലായിട്ടോ PDF ആയിട്ട് വരെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ChatGPT ഉപയോഗിച്ച് പൈത്തൺ വെബ് സ്ക്രാപ്പിംഗ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.